ഹലോ എവരിവൺ, എക്സാം പോയിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 കൊമേഴ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ നാലാമത്തെ ചാപ്റ്ററായ വെബ് ടെക്നോളജിയാണ്. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്ലൈഡും മറ്റു കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എക്സാം പോയിൻ്റ് എന്ന് പറയുന്ന ഗൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കാണുകയും എക്സാം പോയിൻ്റ് എന്ന ഗൈഡ് വാങ്ങിച്ച് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ടേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ വെബ് ടെക്നോളജി, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നിന്ന് ഏകദേശം 6-7 മാർക്കിന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. കാരണം ഈ ഒരു ചാപ്റ്റർ, നെക്സ്റ്റ് ചാപ്റ്റർ, അതിൻ്റെ അടുത്ത ചാപ്റ്റേഴ്സൊക്കെ ഏകദേശം ഒരേ കണ്ടിന്യൂ ആയിട്ട് വരുന്നത് വെച്ചാൽ ദാറ്റ് മീൻസ് എന്താണ്, കണക്ഷൻസ് ഉള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. വെബ് ടെക്നോളജിയെ കുറിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വെബ് പേജസ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വെബ് ടെക്നോളജിയും അതേപോലെ തന്നെ വെബ് ബ്രൗസർ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ എന്താണ് വെബ് പേജ്? ഇപ്പോൾ വെബ് പേജ് എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങളിപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ സിസ്റ്റത്തിൽ ഇപ്പോൾ ഗൂഗിൾ തുറന്നതിനെ കാണുന്നൊരു പേജ് അല്ലേ, ഇതൊരു വെബ് പേജാണ്. അപ്പോൾ വെബ് പേജ് എന്ന് പറയുന്നത് എന്താണ്, വെബ് പേജസ് ആർ ഡെവലപ്ഡ് ഇൻ യൂസിങ് HTML. HTML എന്ന് വെച്ചാൽ എന്താ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നമ്മളിപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ HTML യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പേജാണ് എന്തെന്ന് പറയുന്നത്, വെബ് പേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വെബ് പേജ് ഉണ്ടാക്കുന്ന എന്ത് വെച്ചിട്ടാണ്, HTML യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ലാംഗ്വേജ് ഓഫ് ദ ഇൻ്റർനെറ്റ്. കാരണം ഇതിനെ വിളിക്കുന്ന HTML വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ലാംഗ്വേജ് ഓഫ് ദ ഇൻ്റർനെറ്റ് എന്നാണ് പറയുന്നത്. എനി പേജ് ക്രിയേറ്റഡ് യൂസിങ് HTML ആർ വ്യൂഡ് യൂസിങ് ദ സോഫ്റ്റ്വെയർ നോൺ ആസ് എ വെബ് ബ്രൗസർ. നമ്മളിപ്പോൾ HTML യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് അത് വ്യൂ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, വെബ് ബ്രൗസർ. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് എന്താണ്, വെബ് ബ്രൗസറാണ്. അപ്പോൾ നമുക്ക് കാണുന്നൊരു നമ്മൾ HTML യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്നത് എന്താണ്, വെബ് ബ്രൗസർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസിങ് സോഫ്റ്റ്വെയർ നോൺ ആസ് എന്താണ്, വെബ് ബ്രൗസർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് വെബ്സൈറ്റ്? അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്താ, കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ്. ഇപ്പോൾ വെബ് പേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ HTML യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പേജാണ് എന്തെന്ന് പറയുന്നത്, വെബ് പേജ് എന്ന് പറയുന്നത്. വെബ് പേജുകളുടെ കളക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ HTML ഫുൾ ഫോം എന്താണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. എക്സാമിന് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. HTML സ്റ്റാൻഡ്സ് ഫോർ എന്ന് ചോദിക്കാം. അപ്പോൾ HTML എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അപ്പോൾ HTML വെച്ചിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ വെബ് പേജ് പറഞ്ഞു, വെബ്സൈറ്റ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന മറ്റൊരു ടേമാണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്. അപ്പോൾ എന്താണ് പ്രോട്ടോകോൾസ്? ഈ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഇപ്പോൾ 2 ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നെറ്റ്വർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നമ്മൾ റിയൽ ലൈഫ് എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ചൈനക്കാരനും ഒരു മലയാളിയും കൂടെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മലയാളം സംസാരിച്ചാലും അവർ ചൈന സംസാരിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ 2 ഡിവൈസുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ്, സെറ്റ് ഓഫ് റൂൾസ് ആണ് എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു ദ ട്രാൻസ്ഫർ ഡാറ്റ ഫ്രം വൺ മെഷീൻ ടു അനദർ. ഒരു മെഷീനിൽ നിന്ന് മറ്റൊരു മെഷീനിലോട്ടേക്ക് നമുക്ക് എന്താണ്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കുറേ സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് എന്ത്, TCP/IP. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ഫുൾ ഫോം എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാൻ 2-3 തവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. TCP/IP എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് എന്തെന്ന് പറയുന്നത്, TCP/IP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 പ്രോട്ടോകോൾ, TCP ആൻഡ് IP. ഇതെന്ന് വെച്ചാൽ TCP എന്ന് പറഞ്ഞ പ്രോട്ടോകോളും IP എന്ന പ്രോട്ടോകോളും തമ്മിൽ എന്താണ് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു പ്രോട്ടോകോളാണ് എന്ത്, TCP/IP എന്ന് പറഞ്ഞത്. TCP ഈസ് എ റെസ്പോൺസിബിൾ ഫോർ സെൻഡിങ് ഡാറ്റ ഫ്രം വൺ PC ടു അനദർ. കാരണം TCPയുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഒരു PCന്ന് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലോട്ടൊക്കെ എന്ത് ചെയ്യുക, ഡാറ്റ സെൻഡ് ചെയ്യുന്നതാണ് എന്ത്, TCPയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ചെക്ക് ദ ഡാറ്റ പാക്കറ്റ് ഫോർ എറേഴ്സ്. കാരണം അതിനകത്ത് ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, മറ്റു കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് എന്ത്, TCPയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് റൂൾസ് ആണ്. കാരണം ഒരു മെഷീനിൽ നിന്ന് മറ്റൊരു മെഷീനിലോട്ടേക്ക് നമുക്ക് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം അല്ലെങ്കിൽ DNS ആണ്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്, DNS എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോർമലി പറയുകയാണ്, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗൂഗിളിൽ നമ്മൾ സംഭവം സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യും. ആ ടൈപ്പ് ചെയ്യുന്ന സംഭവത്തിന് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ IP അഡ്രസ്സിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്, ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്.
ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ കേട്ടോ, DNS ഹാസ് എ ഡാറ്റാബേസ് ദാറ്റ് സ്റ്റോർ ദ ഡൊമൈൻ നെയിം ആൻഡ് IP അഡ്രസ് ഇൻഫർമേഷൻ ഓഫ് ഓൾ വെബ്സൈറ്റ് ഓൺ ദ ഇൻ്റർനെറ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ആണ്. നമുക്ക് വേണ്ട എല്ലാ IP അഡ്രസ്സും അതേപോലെ തന്നെ നെയിമും ഡൊമൈൻ നെയിമൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിന് വേണ്ട എല്ലാ സംഭവവും സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് എന്താ, നമ്മൾ കൊടുക്കുന്നത്, നമ്മളിപ്പോൾ ഓൾറെഡി എന്ത് ചെയ്യാണ്, നമ്മൾ കൊടുക്കുന്ന പേരിന് നമ്മൾ എൻ്റെ IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്, ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. When we type the site address, the browser find the URL and ask the DNS for URL equivalents to the IP address. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്താണ്, നമ്മളൊരു പേര് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ ഇപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്, DNS എന്ന് പറയുന്നത്. അപ്പം ന്യൂമറിക് അഡ്രസ് ലൈക്ക് 216.58.211.14 ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ google.comൻ്റെ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് IP അഡ്രസ്സ്. അപ്പം DNS റിട്ടേൺ ദ IP അഡ്രസ് ടു ദ ബ്രൗസർ. കാരണം DNS എന്താ റിട്ടേൺ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ DNS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കാര്യം, നമ്മൾ എന്താണോ നമ്മൾ ഗൂഗിളിൽ ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്നത്, നമ്മൾ ഒരു ബ്രൗസർ എടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യം, ആ കാര്യത്തിൻ്റെ എന്ത് ചെയ്യാണ്, നമുക്ക് IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്, DNS എന്ന് പറയുന്ന ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണോ, പറഞ്ഞാൽ മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡാറ്റാബേസ്, അതിന് കറസ്പോണ്ട് ഇപ്പോൾ നമ്മളത് കണ്ടുപിടിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സംഭവം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് റിക്വസ്റ്റ് കൊടുക്കും. റിക്വസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി കുറേ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആദ്യം പോയിട്ട് സെർച്ച് ചെയ്യും. അതിൻ്റെ അകത്ത് സെർച്ച് ചെയ്തിട്ട് ആ ഒരു അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യും, മെയിൻ സെർവറിലോട്ട് പോയിട്ട്, മെയിൻ ഡാറ്റാ സെൻറ്ററിലോട്ട് പോയിട്ട് എന്ത് ചെയ്യും, അത് വീണ്ടും അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്രൗസറിൽ പോയിട്ട് വീണ്ടും സെർച്ച് ചെയ്യും. അങ്ങനെ അവിടെ ഇല്ലെങ്കിലാണ് നമുക്ക് എന്ത് കാണിക്കുക, സെർവർ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് കാണിക്കും, നമുക്ക് ചിലപ്പോൾ എറർ കാണിക്കും, എറർ മെസ്സേജ് ചിലപ്പോൾ കാണിക്കുക. അത് ഉണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ട് ചെയ്യുന്നത് കാണിക്കും, അതിൻ്റെ ഒരു നമ്മുടെ ബ്രൗസറിൽ അതിൻ്റെ എന്താണോ നമുക്ക് വേണ്ടത് ആ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യും, കാണിക്കും. ഇതാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ്, നമ്മൾ എങ്ങനെയാണ് ഒരു വെബിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. നമുക്ക് 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻസ് ആണ് വെബിലൂടെ നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞേക്കാൾ മുമ്പ് കുറച്ച് കാര്യങ്ങളോട് നമുക്ക് പറയാം. ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് ഓൺ ദ വെബ്, the device follow the same protocol, namely TCP/IP. അതേപോലെ തന്നെ വെബ്സൈറ്റ് ആർ ആക്സസ്ഡ് യൂസിങ് HTTP. നിങ്ങൾ ഓൾറെഡി വെബ്സൈറ്റിൻ്റെ മേലെ ഇങ്ങനെ സംഭവം കണ്ടിട്ടുണ്ടാകും, HTTPയുടെ ഫുൾ ഫോം എന്താ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇത് 2 സംഭവങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് 1 മാർക്കിന് ചോദിക്കാറുണ്ട്, HTTPയും അതേപോലെ തന്നെ TCP/IP എന്ന് പറയുന്നത്. The data to be sent is broken down to small data packets along with the address of the recipient computer by the TCP protocol. നമ്മൾ കൊടുക്കുന്ന ഡാറ്റനെ വരെ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, അതിനെ ബ്രോക്കൺ ചെയ്തിട്ട് കുഞ്ഞു പാക്കറ്റുകളാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ സെൻഡ് ചെയ്തില്ലെങ്കിൽ നെറ്റ്വർക്കിലൂടെ സെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, അവിടേക്ക് എത്തുന്നത്. Okay, the routers route the transport this data packet to the destination computers using internet protocol. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡാറ്റനെ എന്ത് ചെയ്യും, കുറേ പാക്കറ്റുകളാക്കും. അപ്പോൾ ആ പാക്കറ്റുകളാക്കിയതിന് ശേഷം റൂട്ടേഴ്സ് വഴി എന്ത് ചെയ്യും, കറക്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടേക്ക് എന്ത് ചെയ്യും. ആ സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പ്രോട്ടോകോൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഈ പ്രോട്ടോകോൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബിൽ മെയിനായിട്ട് 2 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്, ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് വൺ എന്നാണ് പറയുന്നത്, ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ. This type of communication does not require the authentication but the certain application like email and e-banking etc. ഈ ഒരു ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു ക്ലയൻറ്റ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ക്ലയൻറ്റ് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ സെർവർ എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ എന്താണ്, ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് ഗൂഗിളിൽ നിന്ന് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്ന അവിടെ സെർവർ നമുക്ക് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്ത് ആവശ്യമില്ല, ഓതൻറ്റിക്കേഷൻ ആവശ്യമില്ല. ഓതൻറ്റിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, സെക്യൂരിറ്റി കാര്യങ്ങൾ ചോദിക്കാറില്ല. പക്ഷേ ഈ നമ്മൾ ഇമെയിൽ അതേപോലെ തന്നെ ബാങ്കിങ് ആ സൈറ്റുകൾ എടുക്കുന്ന സമയത്ത് അവർ എന്ത് ചോദിക്കാറുണ്ട്, ഓതൻറ്റിക്കേഷൻ ചോദിക്കാറുണ്ട്. കാരണം അത് സെക്യൂർഡ് ആയതുകൊണ്ടാണ്. കാരണം അത് ബാങ്കിങ്ങും അതേപോലെ തന്നെ കുറച്ച് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു സൈറ്റുകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഓതൻറ്റിക്കേഷൻ ചോദിക്കും. ബാക്കിയുള്ള സൈറ്റുകൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാറില്ല, ഓതൻറ്റിക്കേഷൻ ചോദിക്കാറില്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇപ്പോൾ ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഇമെയിലൊക്കെ ചോദിക്കാൻ നമ്മളോട് എന്ത് ചോദിക്കുക, നെയിമും പാസ്വേഡൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം ഇതൊക്കെ സെക്യൂരിറ്റി റീസൺസ് കാരണമാണ്. ഇൻ സച്ച് കേസസ് HTTPS, കാരണം നമ്മൾ പറഞ്ഞ HTTP എന്ന് പറഞ്ഞാൽ എന്താ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്.
HTTPS എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ കൂടെ സെക്യൂർ. കാരണം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഗൂഗിൾ എടുക്കുന്ന സമയത്ത് മേലെ URL കാണാൻ വേണ്ടി പറ്റും HTTPS എന്നുള്ളത്. അപ്പം ഈ ടെക്നോളജി യൂസ്ഡ് ടു എൻക്രിപ്റ്റ് ദ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. കാരണം ഈ HTTP എന്ന് പറഞ്ഞ ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഓതൻറ്റിക്കേഷൻ വേണമെന്ന്. ഇപ്പോൾ ഓതൻറ്റിക്കേഷൻ വേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, പാസ്വേഡും മറ്റു കാര്യങ്ങളൊക്കെ എൻക്രിപ്റ്റ് ചെയ്തിട്ട്, എൻക്രിപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിനെ വേറൊരു ഫോർമാറ്റിലോട്ടേക്ക് മാറ്റി എഴുതാം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഈ ചില സിനിമകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പം അവർക്ക് വേറെ കോഡ് ഭാഷയിൽ ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഹലോ എന്നുള്ളത് നമ്മൾ വേറെ ഏതെങ്കിലും ഇതിന് കറസ്പോണ്ടിങ് എന്ത് ചെയ്യുക, ലെറ്റേഴ്സിൻ്റെ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ വേർഡിൻ്റെയും ഒരു അക്ഷരങ്ങളുടെയും നമ്പർ വെച്ച് നമ്മളിങ്ങനെ എഴുതി കാണിക്കില്ലേ. അപ്പം നോക്കുന്ന ആൾക്കാർക്ക് എന്ത് മനസ്സിലാവില്ല, ഇത് 1 2 3 നമ്പറാണെന്നേ മനസ്സിലാവും. പക്ഷേ ഇതിന് കറക്റ്റായിട്ട് ആർക്കാണോ എത്തുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് ഹലോ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓതൻറ്റിക്കേഷൻ ആവശ്യം വരുന്നത്, നമ്മൾ ചുമ്മാ എന്ത് ചെയ്യുക, നമ്മൾ സിസ്റ്റം വഴി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഗൂഗിളിനോട് പല കാര്യങ്ങളും ചോദിച്ച് എടുക്കുന്നതാണ്, സൈറ്റുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതാണ്. പക്ഷേ ഇമെയിൽ, ബാങ്കിങ് തുടങ്ങിയ സൈറ്റുകൾ എന്താ ആവശ്യമുണ്ട്, ഓതൻറ്റിക്കേഷൻ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, HTTPS വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ നെയിമും പാസ്വേഡൊക്കെ എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഓതൻറ്റിക്കേഷനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ എൻക്രിപ്റ്റഡ് ഫോമിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇറ്റ് വർക്ക്സ് യൂസിങ് SSL എന്ന് വെച്ചാൽ എന്താ, സെക്യൂർ സോക്കറ്റ് ലെയർ വിച്ച് എൻഷ്യൂർ ദ സെക്യൂരിറ്റി. കാരണം നമ്മൾ ഒരു സെക്യൂരിറ്റി എൻഷ്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, SSL നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു റിക്വസ്റ്റ് എന്ത് ചെയ്യും, സെൻഡ് ബൈ ദ ബ്രൗസർ ദ സെർവർ റിട്ടേൺ ദ SSL സർട്ടിഫിക്കറ്റ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ ഒരു ബാങ്കിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് ആദ്യം ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും ബ്രൗസർ. അതിനുശേഷം അവിടുന്ന് എന്ത് ചെയ്യും, ഒരു സർട്ടിഫിക്കറ്റ് SSL സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. SSL എന്ന് വെച്ചാൽ എന്താ, സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ആഫ്റ്റർ ദ വെരിഫിക്കേഷൻ ഫോം ഫ്രം ദ കറസ്പോണ്ടിങ് സർട്ടിഫിക്കറ്റ്. അത് അപ്പോൾ ഇത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുള്ള ഒരു ക്ലയൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന അവരെന്ത് ചെയ്യും, ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, അതോറിറ്റി വെരിഫിക്കേഷൻ, ഇത് കറക്റ്റ് ആണോ ഒറിജിനൽ ആണോ എന്നൊക്കെ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. അതിനുശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓതൻറ്റിക്കേഷൻ ചെയ്യേണ്ട സൈറ്റിൽ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നത്. ആദ്യം നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും. റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, SSL എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് റിട്ടേൺ ചെയ്യും. SSL എന്ന് വെച്ചാൽ എന്താണ്, സെക്യൂർ സോക്കറ്റ് ലെയർ ആണ്. അത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യും, അത് വെരിഫൈ ചെയ്യുന്ന അതോറിറ്റി ഉണ്ട്, അവരത് വെരിഫൈ ചെയ്ത് ഒറിജിനൽ ആണോ എന്ന് നോക്കും. ഒറിജിനൽ ആയി കഴിഞ്ഞാൽ മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ദിസ് കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ എൻക്രിപ്റ്റഡ് ഫോം. ഇത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എൻക്രിപ്റ്റഡ് ഫോമിൽ, ഞാൻ പറഞ്ഞു എൻക്രിപ്റ്റഡ് ഫോം എന്ന് പറയുന്നത് എന്താ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു ഫോമാറ്റിലോട്ടേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻക്രിപ്റ്റഡ് ഫോം എന്ന് പറയുന്നത് ആണല്ലോ. എന്താണ്, വെരി സൈൻ ഇൻ കീസ് എ സർട്ടിഫിക്കറ്റ്. ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതാണ് സർട്ടിഫിക്കറ്റ് അതോറിറ്റി ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇതാണ് സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യുന്നത്, വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടൈപ്പ് പറഞ്ഞു. രണ്ടാമത്തെ ടൈപ്പാണ് എന്ത്, വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് കൊമേഴ്സ് ആണ്, ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ. ഇപ്പോൾ നമ്മളിപ്പം അതാണ് മെയിൻ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് അതാണ്. നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് കൊമേഴ്സ് ഒക്കെയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇപ്പം നമ്മളൊരു ആമസോൺ വഴി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സാധനം പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും, നമ്മുടെ ക്യാഷ് പേയ്മെൻറ്റ് ചോദിക്കുന്ന സമയത്ത് നമ്മളൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ നമ്മൾ GPay എടുത്തു. GPay എടുക്കുന്ന സമയത്ത് GPayയിൽ നിന്ന് അത് എങ്ങോട്ടേക്ക് പോകും, ബാങ്കിൻ്റെ സെർവറിനകത്തേക്ക് പോകും. ബാങ്കിൻ്റെ സെർവറിൽ നിന്ന് അവർ എന്ത് ചെയ്യും, ആ ഒരു ഫണ്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ട്രാൻസ്ഫർ ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു മെസ്സേജ് നമ്മുടെ GPayയിലോട്ടേക്ക് വരും. ആ GPayയിൽ നിന്ന് എന്ത് ചെയ്യും, അത് തിരിച്ച് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, ആമസോണിൻ്റെ സെർവറിലോട്ടേക്ക് പോകും. അതേപോലെ നമ്മുടെ ക്ലയൻറ്റിനും എന്ത് ചെയ്യും, അത് കാണിക്കും, സക്സസ്ഫുൾ എന്ന് കാണിക്കും. അപ്പോൾ ഇങ്ങനെ എന്താണ് ഈ സെർവറുകൾ തമ്മിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ സെർവറും ബാങ്കിൻ്റെ സെർവറും അല്ലെങ്കിൽ നമ്മൾ GPayയുടെ ആ സെർവറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലയൻറ്റ് ടു വെബ് സെർവർ, ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളാണ്, നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് സെർവറിനോട് കാര്യങ്ങൾ ചോദിച്ച് സർവീസുകൾ എടുക്കുന്നതാണ് ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെബ് സെർവർ ടു വെബ് സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് സെർവറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ. ഫോർ എക്സാമ്പിൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇസ് എ സെർവർ ദാറ്റ് act as a bridge between merchant server and bank server and transfer the money in encrypted form. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണ്, ബാങ്കും അതേപോലെ തന്നെ എന്താണ് വേറൊരു മെർച്ചൻറ്റ്, കാരണം രണ്ട് ഗേറ്റ് വേ തമ്മിലുള്ള സെർവേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാണ് എന്ത്, വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് വെബ് സെർവറാണ്. വെബ് സെർവർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ നിങ്ങളുടെ ലാബിലൊക്കെ എന്തുണ്ടാവും, ഒരു സെർവർ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു സെർവർ. ആ സെർവർ വെച്ചിട്ടാണ് ബാക്കി എല്ലാ കമ്പ്യൂട്ടേഴ്സിലെയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വെബ് സെർവർ ഈസ് എ കമ്പ്യൂട്ടർ ദാറ്റ് പ്രോസസ് റിക്വസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ ഇൻഫർമേഷൻ. നമ്മൾ എന്താണ് പ്രോസസ് റിക്വസ്റ്റും ഡിസ്ട്രിബ്യൂട്ടും അതേ ഇൻഫർമേഷൻസ് റിക്വസ്റ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ഇതൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറാണ് എന്തെന്ന് പറയുന്നത് വെബ് സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, ദേ ആർ ഓഫൺ യൂസ് ടു ദ ഹോസ്റ്റ് ആയിട്ട്. നമ്മൾ ഹോസ്റ്റ് സ്റ്റോർ ചെയ്യാൻ ഹോസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ വെബ് പേജ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡെലിവേഴ്സ് ഡിഫറെൻറ്റ് സർവീസസ് സച്ച് ആസ് WW, ഇമെയിൽ, ബ്ലോഗ് ഇതൊക്കെ. കാരണം ഈ വെബ് സെർവർ മെയിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സർവീസുകളാണ് എന്ത് പറയുന്നത് WW, ഇമെയിലൊക്കെ ഇമെയിലൊക്കെയാണ് ആര് ചെയ്യുന്ന സർവീസ്, വെബ് സെർവേഴ്സ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത്. സം കോമൺലി യൂസ്ഡ് വെബ് സെർവർ പാക്കേജസ് ആണ് എന്ത്, അപ്പാച്ചെ സെർവർ, മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ, അതേപോലെ ഗൂഗിൾ വെബ് സെർവർ ഒക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്, വെബ് സെർവറിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ വെബ് സെർവർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറാണ് ദാറ്റ് പ്രോസസ് റിക്വസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇൻഫർമേഷൻസ്. കാരണം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക, ഇൻഫർമേഷൻസ് ഒക്കെ റിക്വസ്റ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് വെബ് സെർവർ എന്ന് പറയാം. അത് മെയിനായിട്ട് ചെയ്യുന്ന സർവീസ് എന്തൊക്കെയാണ്, ഇമെയിൽ, WWW, അതേപോലെ തന്നെ ബ്ലോഗ്, ഇതൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള കോമൺലി യൂസ് ചെയ്യുന്ന എന്താണ് സെർവർ പാക്കേജസ് ആണ് അപ്പാച്ചി, അതേപോലെ തന്നെ ഗൂഗിൾ വെബ് സെർവറൊക്കെ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്ന ഡാറ്റാ സെൻറ്റേഴ്സ് ആണ്. ഡാറ്റാ സെൻറ്റർ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഡാറ്റാ സെൻറ്റർ, കുറേ ഡാറ്റാസുകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമാണ് എന്ത്, ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ് ടു ഹൗസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അസോസിയേറ്റ് ദ കമ്പോണൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡാറ്റാസും കുറേ കമ്പോണൻസും കുറേ കമ്പ്യൂട്ടേഴ്സൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വലിയൊരു ഹൗസാണ് എന്തെന്ന് പറയുന്നത് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. The main advantage of installing the web server in the data centers are the faster internet connectivity and the uninterrupted power supply. കാരണം ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് ഫാസ്റ്റായിട്ട് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും അതേപോലെ തന്നെ എന്താണ് പവർ സപ്ലൈസും നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് കുറേ ഡാറ്റ, കാരണം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗൂഗിൾ എടുക്കുകയാണെങ്കിൽ ഗൂഗിളിന് 12 ഡാറ്റാ സെൻറ്റേഴ്സാണ് ഇന്നിപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇന്ത്യയിൽ ഒരു ഡാറ്റാ സെൻറ്റേഴ്സ് പോലും ഗൂഗിളിനില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ആലോചിച്ച് വെക്കുക. ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്, കുറേ ഡാറ്റാസിനെ നമുക്ക് ഡാറ്റാസ് മുഴുവനും എന്താണ് സ്റ്റോർ ചെയ്ത്, അല്ലെങ്കിൽ ശരിക്കും ഒരു ഹൗസാണ്. കുറേ ഡാറ്റാസൊക്കെ നമ്മൾ എന്താണ് എടുത്തു വെക്കുന്നൊരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഫാസ്റ്റ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും അതേപോലെ തന്നെ അൺഇൻട്രപ്റ്റഡ് പവർ സപ്ലൈ എന്നാണ് പറയുന്നത്. അതേപോലെ പോപ്പുലർ സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ഇവിടെ പറയുന്നത്. റെഡ് ഹാറ്റ്, ഡെബാൻ, ഉബണ്ടു, മൈക്രോസോഫ്റ്റ് വിൻഡോസ് സെർവർ, ഒറാക്കിൾ അല്ല, ഇതൊക്കെയാണ് എന്ത് പറയുന്നത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും, ഇതാണ് ഒരു ഗൂഗിളിൻ്റെ എന്താണ് ഒരു ഡാറ്റാ സെൻറ്ററിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കാരണം ഇതിൻ്റെ അകത്ത് ഫുള്ളും കുറേ ഡാറ്റാസാണ്. കാരണം ഡാറ്റ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം ഒരു ഗൂഗിളിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പോർട്സ് ആണ്. ഈ പോർട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഹാർഡ്വെയർ പോർട്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പ്രിൻ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്സ് ഉണ്ട്, കീബോർഡ് കണക്ട് ചെയ്യാനുള്ള പോർട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഹാർഡ്വെയർ പോർട്സ് ഉണ്ട്. അപ്പോൾ ഹാർഡ്വെയർ പോർട്സ് എന്ന് പറയുന്നത് എന്താണ്, യൂസ് ടു കണക്ട് എക്സ്റ്റേണൽ ഡിവൈസ് ലൈക്ക് കീബോർഡ്, മൗസ് ഒക്കെ. നമ്മൾ പുറമേ ഉള്ള ഒരു ഡിവൈസുകൾ നമ്മൾ കമ്പ്യൂട്ടറിനകത്തേക്ക് കണക്ട് ചെയ്യുന്നതാണ് എന്ത് ഹാർഡ്വെയർ പോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുന്നത് വെച്ചാൽ യൂസ് ടു കണക്ട് എ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ടു സെർവർ ടു ആക്സസ് ഇത് ലൈക്ക് HTTP, FTP, SMT എക്സെട്ര. നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പ്യൂട്ടർ ടു സെർവർ ടു, കാരണം ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ടു സെർവർ, കാരണം ക്ലയൻറ്റും കമ്പ്യൂട്ടറായിട്ട് നമ്മളിപ്പോൾ HTTP അങ്ങനത്തെ കുറേ കാര്യങ്ങളല്ലേ, ആ ഒരു കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി അത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പോർട്സ് ആണ് എന്തെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ പോർട്സ് യൂസ് ടു കണക്ട് എ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ ടു സെർവർ ടു ആക്സസ് ഇറ്റ് സെർവ് ചെയ്യുക. നമ്മൾ ക്ലയൻറ്റിൽ നിന്ന് എന്താണ് സെർവർ ക്ലയൻറ്റായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സർവീസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പോർട്സ് ആണ് എന്തെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ പോർട്സിന് എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ്. സോഫ്റ്റ്വെയർ പോർട്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എന്താണ് 16 ബിറ്റ് യുണീക്ക് നമ്പറാണ്. എക്സാമിന് 1 വേർഡ് ആയിട്ടൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയർ പോർട്സ് നമ്പർ ഏതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ പോർട്സ് നമ്പർ ഏതാണ് 16 ബിറ്റ് ആണ്. കാരണം 16 ബിറ്റ് ആണ്, യുണീക്ക് ആയിട്ടുള്ളൊരു നമ്പറാണ് സോഫ്റ്റ്വെയർ പോർട്സിനുള്ളത്. അതുപോലെ തന്നെ എക്സാമ്പിൾ സർവീസ് ഇൻ എ വെബ്സൈറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഇൻ ദ ഫോളോയിങ് ഫോർമാറ്റ്. നമുക്ക് ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സർവീസ് ആക്സസ് ചെയ്യുന്നത്. ഇത് HTTP ദ പ്രോട്ടോകോൾ, google.co.in ഇൻ ദ ഡൊമൈൻ നെയിം, 80 ഈസ് ദ പോർട്ട് നമ്പർ. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ HTTP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡൊമൈൻ നെയിം, ഈ 80 എന്ന് പറയുന്നത് എന്താണ് HTTPയുടെ
പോർട്സ് നമ്പറാണ്. പോർട്ടിന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ സോഫ്റ്റ്വെയർ പോർട്സിന് എന്തുണ്ട്, കറസ്പോണ്ടിങ് നമ്പർ ഉണ്ട്. ആ നമ്പർ എത്ര ബിറ്റാണ്? 16 ബിറ്റാണ്. 16 യൂണീക്ക് ആയിട്ടുള്ള 16 ബിറ്റാണ്. അപ്പോൾ ഇവിടെ തന്നൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. HTTP എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളാണ്. ഇത് നമ്മുടെ ഡൊമൈൻ നെയിം. 80 എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രോട്ടോക്കോളിൻ്റെ എന്താണ്, കറസ്പോണ്ടിങ് സോഫ്റ്റ്വെയർ പോർട്ട് നമ്പറാണ് എന്തെന്ന് പറയുന്നത്, 80 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, കാരണം കുറേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ പോർട്ട് നമ്പർ പഠിച്ചു വെക്കുക. കാരണം FTPൻ്റെ പോർട്ട് നമ്പർ എന്താ, 2021 ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതേപോലെ SMTPയുടെ എന്താണ് 25, DNSൻ്റെ 53, അതേപോലെ HTTPയുടെ 80, നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ. അതേപോലെ POP3യുടെ എന്താണ് 110, HTTPSൻ്റെ എന്താണ് 443 ആണ്, 443. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ മാറിപ്പോയത്. HTTPയുടെ 80, HTTPSൻ്റെ എന്താണ് 443 എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത പറയുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. അപ്പം നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും സ്റ്റാറ്റിക് എന്താണ്, ഡൈനാമിക് എന്താണ് അല്ലേ. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, ഫിക്സഡ് ആണ്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ എന്താണ്, ചേഞ്ചസ് നമുക്ക് വരുത്താവുന്നതാണ്. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ഈ സ്റ്റാറ്റിക് വെബ് പേജസ് കണ്ടെയ്ൻ ദ സെയിം കണ്ടന്റ് ഈച്ച് ടൈം ദ വെബ് പേജ് ഈസ് ലോഡഡ്, വൈൽ ദ കണ്ടന്റ് ഓഫ് ഡൈനാമിക് വെബ് പേജസ് ഈസ് വെബ് പേജ് ഈസ് ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാറ്റിക്കിൽ പറയുന്ന കണ്ടന്റുകളോ മറ്റു കാര്യങ്ങളോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് കൊടുത്ത കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതിനകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ തന്നെ മാനുവലി നമുക്ക് എന്ത് ചെയ്യണം, ആ കോഡിലോട്ട് പോയി ആ കോഡിലാണ് നമുക്ക് എന്ത് വരുത്തേണ്ടത്, മാറ്റങ്ങൾ ചെയ്യേണ്ടത്. അതെന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ പേജുകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. പക്ഷേ ഡൈനാമിക് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇടയ്ക്ക്, കാരണം അത് ഇങ്ങനെ റിപ്പീറ്റ്ലി നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അതിൽ കണ്ടന്റുകളൊക്കെ എന്ത് ചെയ്യാം, ചേഞ്ചസ് കൊണ്ടുവരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം ഒരു റിസൾട്ടിൻ്റെ വെബ്സൈറ്റ് എടുത്തു, ഒരു വെബ് പേജ് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ +1ൻ്റെ റിസൾട്ടിൻ്റെ വെബ് പേജ് എടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ റിസൾട്ട് സ്കൂൾ വൈസും ഇൻഡിവിജ്വൽ വൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സ്കൂൾ വൈസ് നോക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്തു, ഒരു സ്കൂളിൻ്റെ കോഡ് എടുത്ത് അടിച്ചു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, ആ സ്കൂളിൻ്റെ മൊത്തം കാര്യങ്ങൾ വന്നു. അതേ പേജിൽ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ കോഡ് മാറ്റിയിട്ട് വേറൊരു കോഡ് അടിച്ചിട്ട് വരുന്നത്. അപ്പോൾ അത് ഡൈനാമിക് ആണ്. അത് ആ ഒരു പേജിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ കണ്ടന്റുകൾ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്, ഡൈനാമിക് എന്ന് പറയുന്നത്. വെബ് പേജസ് ആർ ക്രിയേറ്റഡ് യൂസിങ് HTML ആർ യൂഷ്വലി സ്റ്റാറ്റിക്. നമ്മൾ HTML ചെയ്തിട്ടുണ്ടാക്കുന്നതൊക്കെ എന്താണ്, സ്റ്റാറ്റിക് ആണ്. ഡൈനാമിക് വെബ് പേജസ് ആർ എക്സിക്യൂട്ട് യൂസിങ് സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻസ്റ്റാൾഡ് ഓൺ ദ വെബ് സെർവർ. നമ്മൾ ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുന്നത് നമ്മളൊരു സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ഇപ്പോൾ നമ്മൾ HTML വെച്ച് ചെയ്യുന്ന എല്ലാ വെബ് പേജുകളും എന്തായിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും. ഡൈനാമിക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, സെർവർ സൈഡ് ആയിട്ട് കുറേ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡൈനാമിക് ആയിട്ടുള്ള വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, ടെക്നോളജീസ് ലൈക്ക് PHP, ASP, JSP ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഡൈനാമിക് വെബ് പേജസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. PHP, ASP, JSP എന്നൊക്കെയാണ് പറയുന്നത്. HTML യൂസ് ചെയ്ത് നോർമലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ് പേജുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്താണ്, അവിടെ കണ്ടന്റുകളൊക്കെ ഫിക്സഡ് ആയിരിക്കും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക. ഡൈനാമിക് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് അതിൻ്റെ അകത്ത് കണ്ടന്റുകൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു ബോക്സിൽ കാണിച്ചുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റാറ്റിക് വെബ് പേജിൽ കണ്ടന്റ് ഈസ് ഫിക്സഡ് ആയിരിക്കും, കണ്ടന്റ് എന്താണ്, ചേഞ്ച് ആണ്. ഡൈനാമിക്കലി they does not use database. സ്റ്റാറ്റിക്കലി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നില്ല, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല. മറന്നു പോകരുത്, സ്റ്റാറ്റിക്കലി എന്ത് യൂസ് ചെയ്യുന്നില്ല, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഡൈനാമിക്കലി എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസ് ടു ചേഞ്ച് ദ കണ്ടന്റ്. നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണ്ടന്റിൽ ചേഞ്ചസ് വരുത്തുന്നത്. അതേപോലെ ദേ ആർ എക്സിക്യൂട്ട് ഇൻ ദ ബ്രൗസറിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റിക് വെബ് പേജ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദേ ആർ എക്സിക്യൂട്ട് സെർവർ ആൻഡ് ഡിസ്പ്ലേ ദ റിസൾട്ട് ഓൺ ബ്രൗസർ. എന്ന് വെച്ചാൽ നമ്മൾ സെർവറിൽ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, റിസൾട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്പ്ലേ നമ്മൾ ബ്രൗസറിൽ കാണിക്കുന്നുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, സ്റ്റാറ്റിക് വെബ് പേജ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ എന്താണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഡൈനാമിക് വെബ് പേജ് എന്താണ്, കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആണ്, അതേപോലെ എക്സ്പെൻസീവും ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് ഈ ഒരു ബോക്സ് തന്നെ, ഈ ഒരു ഡിഫറൻഷ്യേറ്റ് നിങ്ങൾ പഠിച്ചാൽ അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേ നോക്കാം, ഇത് തന്നെ പഠിച്ചാൽ മതി. കാരണം കണ്ടന്റ് ഫിക്സഡ് ആണ്, ഫിക്സഡ് അല്ല, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നില്ല, ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യും. കാരണം ഇത് സെർവറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്ന ബ്രൗസറിലാണ്, ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ഇതെന്താണ്, ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? അപ്പം നമ്മളിനി നെക്സ്റ്റ് പറയുന്ന സ്ക്രിപ്റ്റ് ആണ്. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോളസ്റ്റ് പ്രോഗ്രാം കോഡാണ്. നമ്മൾ HTML എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതുന്ന ഒരു സ്മോളസ്റ്റ് പ്രോഗ്രാം കോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ HTML പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ എഴുതുന്ന ഒരു സ്മോളസ്റ്റ് പ്രോഗ്രാമിംഗ് കോഡ് എന്ന് വെച്ചാൽ HTML പ്രോഗ്രാമിനുള്ളിൽ എഴുതുന്ന ഒരു കോഡാണ്, നമ്മൾ പ്രോഗ്രാമിംഗ് കോഡാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് ഈസ് എ പ്രോഗ്രാം എക്സിക്യൂട്ടഡ് ഓൺ ദ വെബ് പേജ്. സ്ക്രിപ്റ്റ് ഈസ് എ പ്രോഗ്രാം ആണ് എക്സിക്യൂട്ടഡ് ഓൺ ദ വെബ് പേജിന് വേണ്ടിയിട്ട്. ഓക്കെ, ദ ലാംഗ്വേജസ് ദാറ്റ് ആർ യൂസ് ടു ക്രിയേറ്റ് ദ സ്ക്രിപ്റ്റ് ആർ കോൾഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന, സ്ക്രിപ്റ്റിന് വേണ്ടി എഴുതുന്ന ആ ലാംഗ്വേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ദേ ആർ റിട്ടേൺ യൂസിങ് ടെക്സ്റ്റ് എഡിറ്റർ. നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ടെക്സ്റ്റ് എഡിറ്റ് നോട്ട് പാഡോ അങ്ങനെ ടെക്സ്റ്റ് എഡിറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രോഗ്രാമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. അപ്പോൾ HTML പേജിൻ്റെ അകത്താണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുക. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതണം, ഇങ്ങനെ സ്ക്രിപ്റ്റ് ടാഗ്, HTML പേജിന് ഉള്ളിലാണ് നമ്മൾ എഴുതുന്നത്. സ്ക്രിപ്റ്റ് ടാഗ് ആൻഡ് എന്തായിരിക്കണം, സ്ലാഷ്. കാരണം ഇതിനെ ക്ലോസ് ചെയ്യുന്നതാണിത്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, ക്ലോസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മൾ എന്ത് എഴുതേണ്ടത്, സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എഴുതേണ്ടത് ഈ രണ്ടിൻ്റെ ഉള്ളിലായിരിക്കണം, ഈ ടാഗിന് രണ്ടിൻ്റെ ഉള്ളിലായിരിക്കണം. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ജാവാ സ്ക്രിപ്റ്റ്, അജാക്സ്, VB സ്ക്രിപ്റ്റ്, അതേപോലെ തന്നെ PHP ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ASP എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് സെർവർ പേജ് ആണ്, JSP ജാവാ സെർവർ പേജ്, അതേപോലെ തന്നെ CSS ഉണ്ട്. അതൊക്കെ നമുക്ക് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഓരോ സെക്ഷനിൽ പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. മെയിൻലി നമ്മൾ രണ്ടായിട്ടാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും അതേപോലെ തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എന്ത് നോക്കാം, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദേ ആർ എക്സിക്യൂട്ടഡ് ഓൺ ദ ക്ലയൻറ്റ് ബ്രൗസർ. ഇത് എവിടെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ബ്രൗസറിലാണ്. എന്തെങ്കിലും ക്ലയൻറ്റ് ബ്രൗസറിലാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. They are often used to the validate user input, enhance the web pages, performing the simple calculation before sending the data to the web server, etc. കാരണം ഈ ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വാലിഡേഷന് വേണ്ടിയിട്ടാണ്. എന്താണ് വാലിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഇമെയിലോ, നിങ്ങൾ ഒരു മെയിൽ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിക്കുക. മെയിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ മെയിൽ ID-യും അതേപോലെ നമുക്ക് പാസ്വേഡും കൊടുക്കണം. ഈ മെയിൽ ID കൊടുത്ത് നമ്മൾ പാസ്വേഡ് തെറ്റിച്ച് കൊടുത്ത് അവിടെ എന്ത് പറയും, റോങ് പാസ്വേഡ്, അല്ലെങ്കിൽ നമ്മൾ പാസ്വേഡ് കൊടുക്കാതെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് പറയണം, എൻ്റർ ദ പാസ്വേഡ് എന്ന് കാണിക്കില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാലിഡേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫോം വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ അതിനെയാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വാലിഡേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലയൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന എവിടെയാണ്, ബ്രൗസറിലാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ജാവാ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, ഡാർട്ട് അതുപോലെ ആക്ഷൻ സ്ക്രിപ്റ്റ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. കാരണം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വാലിഡേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ അത് അങ്ങനെ ഒരു മെസ്സേജ് കാണിക്കുന്നതാണ് എന്ത്, വാലിഡേഷൻ എന്ന് പറയുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലയൻറ്റ് സൈഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെർവർ സൈഡ് ആണ്. സെർവർ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ റൺസ് ഓൺ ദ സെർവർ ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ ദ ക്രിയേറ്റിംഗ് ഡൈനാമിക് വെബ് പേജ്. കാരണം ഇത് സെർവറിലാണ് റൺ ചെയ്യുന്നത്, സെർവറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന അങ്ങനെ ഡിസ്പ്ലേ, അത് നമ്മൾ പറഞ്ഞു ക്ലയൻറ്റ് സൈഡ്, നമ്മൾ പറഞ്ഞു സെർവറിൻ്റെ കേസ് പറഞ്ഞു. ഇതെന്ന് വെച്ചാൽ സെർവറിൽ റൺ ചെയ്തിട്ട് നമ്മൾ എന്താണ്, ഡൈനാമിക് വെബ് പേജസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇതിനകത്ത് ഡാറ്റാസൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പ്രോസസ്സൊക്കെ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്, ഡാറ്റാബേസ്. കാരണം ഇതിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റയും മറ്റ് കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഡാറ്റ ഇതൊക്കെ പ്രോസസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ഡോക്യുമെൻറ്റ് ജനറേറ്റ് ചെയ്യും. ഇത് അതുപോലെ തന്നെ ദേ ക്യാൻ ആക്സസ് ഡാറ്റാബേസ്. ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സെർവർ സൈഡിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റാബേസസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള സെർവർ സൈഡ് ലാംഗ്വേജ് ആണ് എന്തൊക്കെ, PHP, JSP, ASP, Perl എന്നൊക്കെ പറഞ്ഞ എന്താണ്, പോപ്പുലർ ആയിട്ടുള്ള സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ സെർവർ സൈഡ് എന്ന് പറയുന്നത് എന്താണ്, സെർവറിൽ റൺ ചെയ്യുന്നതാണ്. ക്ലയൻറ്റ് സൈഡ് എന്ന് വെച്ചാൽ നമ്മൾ ക്ലയൻറ്റ് ബ്രൗസറിലാണ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ക്ലയൻറ്റ് സൈഡും സെർവർ സൈഡും പറഞ്ഞു, അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത ബോക്സാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, സ്ക്രിപ്റ്റ് ഈസ് കോപ്പി ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. ക്ലയൻറ്റ് ബ്രൗസറിന് കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇതിന് വെച്ചാൽ സ്ക്രിപ്റ്റ് ഇത് റിമൈൻഡ് ദ വെബ് ബ്രൗസർ. സ്ക്രിപ്റ്റ് എന്ത് ചെയ്യും, വെബ് ബ്രൗസറിൽ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ദേ ആർ എക്സിക്യൂട്ടഡ് ബൈ ദ ക്ലയൻറ്റ് ബ്രൗസർ. ഇതെങ്ങനെയാണ്, ബ്രൗസറിലാണ് ക്ലയൻറ്റ് ബ്രൗസറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന എവിടെയാണ്, വെബ് സെർവറിൽ. ഈ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇത് ക്ലയൻറ്റ് ബ്രൗസറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലയൻറ്റ് സൈഡ് സെർവർ എന്താണ്, വെബ് സെർവറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മൾ വാലിഡേറ്റിംഗ് യൂസർ ഇൻപുട്സ്, നമ്മൾ കൊടുക്കുന്ന യൂസേഴ്സ് കൊടുക്കുന്ന ഇൻപുട്സിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലയൻറ്റ് സൈഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ സെർവർ സൈഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സെർവർ സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സം ബ്രൗസേഴ്സ് ഡു നോട്ട് സപ്പോർട്ട് സ്ക്രിപ്റ്റ്. ചില ബ്രൗസേഴ്സ്
ബ്രൗസേഴ്സ് എന്ത് ചെയ്യുന്നില്ല, നമ്മളെ ക്ലയൻറ്റ് സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഇവിടെ പക്ഷേ സെർവർ സൈഡ് എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ബ്രൗസർ, ബ്രൗസറിനെ ഡിപ്പെൻഡേ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു 3 പോയിന്റെങ്കിലും മാക്സിമം നിങ്ങൾ ഓർത്ത് വെക്കുക. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ക്ലയൻറ്റ് സൈഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ബ്രൗസർ ക്ലയൻറ്റ് ബ്രൗസറിലാണ്, വെബ് സെർവർ എക്സിക്യൂട്ട് ചെയ്യുന്ന എവിടെയാണ്, സെർവർ സൈഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന എവിടെയാണ്, വെബ് സെർവറിലാണ്. അതേപോലെ തന്നെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, വാലിഡേഷന് വേണ്ടിയിട്ടാണ്. ഇത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ചില ബ്രൗസേഴ്സ് എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സ്ക്രിപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ബ്രൗസറിനെ ഡിപ്പെൻഡേ ചെയ്യുന്നില്ല. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ടൈപ്സ് പറഞ്ഞു, ക്ലയൻറ്റ് സൈഡും സെർവർ സൈഡ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കുറേ ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉണ്ട്. അത് ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. എന്തെന്ന് പറയുന്നത്, ജാവാസ്ക്രിപ്റ്റ് യൂസ് ടു ക്രിയേറ്റീവ് ഇൻട്രാക്റ്റീവ് വെബ് പേജസ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഇൻട്രാക്റ്റീവ് വെബ് പേജസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. കാരണം ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ് ടു വാലിഡേറ്റ്. നമ്മൾ പറഞ്ഞു ക്ലയൻറ്റ് സൈഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, വാലിഡേഷന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, വാലിഡേഷൻ ഫോംസ് വാലിഡേഷൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇറ്റ് വർക്ക്സ് ഇൻ ഓൾമോസ്റ്റ് എവരി വെബ് ബ്രൗസർ. എല്ലാ വെബ് ബ്രൗസറിലും എന്ത് ചെയ്യുന്നുണ്ട്, ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ പെർഫോമിംഗ് ദ സിമ്പിൾ കാൽക്കുലേഷൻ ആൻഡ് ഓൾസോ ഫോർ ദ എന്താണ് ബ്രിങ്ങിങ് ആനിമേഷൻ ടു എ വെബ് പേജ്. കാരണം നമ്മൾ സിമ്പിൾ കാൽക്കുലേഷൻസ് അതേപോലെ തന്നെ ആനിമേഷൻസ് അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. നമ്മളൊരു ക്രിയേറ്റീവ് ഇൻട്രാക്റ്റീവ് വെബ് പേജ് അതേപോലെ തന്നെ വാലിഡേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ വെബ് ബ്രൗസറിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വർക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ദിസ് കോഡ് ക്യാൻ ബി ഇൻസേർട്ട് ഇൻസൈഡ് ദ HTML കോഡ് ഓർ ക്യാൻ ബി റിട്ടേൺ ആസ് എ എക്സ്റ്റേണൽ ഫയൽ ആൻഡ് ദേ ക്യാൻ ഇൻക്ലൂഡ് ദ ഇൻസൈഡ് ദ HTML. നമ്മൾ HTML ഫയലിൻ്റെ ഉള്ളിലാണല്ലോ ഇത് എഴുതാം. ഇത് എക്സ്റ്റേണൽ ഫയലായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഡ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫയൽ കൊടുക്കുന്ന സമയം, എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത്, അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, സേവ് ചെയ്യുമ്പോൾ .js ആണ് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പം നമ്മളിപ്പം നമ്മൾ CPP പ്രോഗ്രാം അല്ലെങ്കിൽ C++ പ്രോഗ്രാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ .cpp എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഫയൽ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ .js ആണ് എന്ത് ചെയ്യേണ്ടത്, എക്സ്റ്റൻഷൻ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്, മറന്നു പോകരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ VB സ്ക്രിപ്റ്റ് ആണ്. VB സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ ദ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ആണ് എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്ത് ബേസ്ഡ് ഓൺ ദ പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിഷ്വൽ ബേസിക്കിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത് VB സ്ക്രിപ്റ്റ്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ്. ഇത് നമ്മൾ രണ്ട് സൈഡിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, VB സ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ .VBS ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്, ഫയൽ സേവ് ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്, PHP എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും PHP എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇന്നൊക്കെ കുറേയൊക്കെ റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്, PHP എന്ന് പറയുന്നത്. PHP ഫുൾ ഫോം എന്താ, ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. മറന്നു പോകരുത്, എക്സാമിന് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. PHPയുടെ ഫുൾ ഫോം P ആദ്യം വരുന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ ആദ്യം പറയേണ്ടത് എന്താണ്, H ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. PHP ഈസ് എ ഓപ്പൺ സോഴ്സ് ജനറൽ പർപ്പസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. PHP എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ജനറൽ പർപ്പസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്, PHP എന്ന് പറയുന്നത്. കാരണം ഇതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP. കാരണം ഇത് നമ്മൾ എന്താ എംബഡ് ചെയ്യാൻ ചെയ്യുക, കോഡുകൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ HTMLൻ്റെ അകത്തേക്ക് നമ്മൾ എന്താണ് എംബഡ് ചെയ്യാന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ടൂൾ ആൻഡ് ഇറ്റ്സ് എ കോഡ് ഈസ് സിമിലർ ടു ജാവ, C ആൻഡ് പോൾ. കാരണം ഇത് ഏകദേശം ജാവ C ഒക്കെ ആയിട്ട് ഏകദേശം എന്താണ് സിമിലർ ആണെന്നാണ് പറയുന്നത്. ഇത് സേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്റ്റൻഷൻ എന്താണ്, .php ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം PHPയുടെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ ആണ്. അതേപോലെ തന്നെ ഒരു എന്താണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. കാരണം ക്രിയേറ്റീവായി ഡൈനാമിക് വെബ് പേജസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, PHP യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, കാരണം ഇതിൻ്റെ ഒരു നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, .php ആണ്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് PHP ആണ്. ഇറ്റ് റൺസ് എ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം. കാരണം നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ യൂസ് ടു ഡെവലപ്പ് ഡൈനാമിക് വെബ് പേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോമ്പാക്റ്റബിൾ വിത്ത് ഡിഫറെൻറ്റ് സെർവേഴ്സ്. കാരണം ഇത് ഡിഫറെൻറ്റ് സെർവേഴ്സായിട്ട് കോമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സപ്പോർട്ട് ഡാറ്റാബേസ്, ഡിഫറെൻ്റ് ആയ ഡാറ്റാബേസിന് എന്ത് ചെയ്യുന്നുണ്ട്, PHP സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് ആൻഡ് ഈസി ടു ലേൺ. കാരണം ഇതൊരു ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. PHPയുടെ ഫുൾ ഫോം എന്താണ്, സെർവർ സൈഡ് ആണ്,
.php ആണ് സേവ് ചെയ്യുന്നത്. കാരണം ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡിഫറെൻറ്റ് ഡാറ്റാബേസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പൺ സോഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, PHP പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണോ? ദ നെക്സ്റ്റ് ആക്റ്റീവ് സെർവർ പേജ്, ASP എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് ആക്റ്റീവ് സെർവർ പേജ് ആണ്. ഇറ്റ്സ് എ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എൻവയോൺമെൻറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ക്രിയേറ്റ് ആൻഡ് റൺ ദ ഇൻട്രാക്റ്റീവ് വെബ് ആപ്ലിക്കേഷൻസ് ആണ്. ഇതൊരു സെർവർ സൈഡ് ആണ്, കുറച്ചും കൂടെ നമുക്ക് ഇൻട്രാക്റ്റീവ് ആയി ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ASP ഫയൽ സേവ് ചെയ്യുമ്പോൾ എന്താണ്, .asp എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ദീസ് ഫയൽസ് ആർ കമ്പൈൽഡ് യൂസിങ് ദ ഫീച്ചേഴ്സ് ബിൽഡ് മൈക്രോസോഫ്റ്റ് വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ. കാരണം ഇതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്താണ്, കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, മൈക്രോസോഫ്റ്റ് വെബ് സെർവറും സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫയൽസ് ഒക്കെ കമ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ വെരി പവർഫുൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ASP എന്ന് പറയുന്നത് ഒരു പവർഫുൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ പേര് മറക്കരുത്. ASP എന്ന് പറയുന്നത് ആക്റ്റീവ് സെർവർ പേജ് ആണ്. ഇതെന്താണ്, നമ്മളൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ക്രിയേറ്റീവ് സെയിം തന്നെയാണ് എല്ലാത്തിൻ്റെയും. കാരണം നമുക്ക് ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഫയൽ എന്താണ്, സേവ് ചെയ്യുമ്പോൾ .asp എന്നാണ് കൊടുക്കേണ്ടത്. കാരണം കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ന് മൈക്രോസോഫ്റ്റ് വെബ് സെർവർ സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി പവർഫുൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്, ASP എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ASP ആണ്. ASP നമ്മൾ ദ കോഡ് റിട്ടേൺ ഇൻ ദ ടെക്സ്റ്റ് മോഡ്, നമ്മൾ ടെക്സ്റ്റ് മോഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് എഴുതാറ്. അതേപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് നീഡ് എനി സെർവർ സൈഡ് ഇൻസ്റ്റാളേഷൻ. നമുക്ക് എന്ത് ആവശ്യമില്ല, ഒരു സെർവർ സൈഡ് ഇൻസ്റ്റാളേഷനും നമുക്ക് ഇതിനകത്ത് ആവശ്യം വരുന്നില്ല. ASP ആപ്ലിക്കേഷൻസ് ആർ വെരി സ്മോൾ. ASP ആപ്ലിക്കേഷൻസ് എന്നാണ് വെരി സ്മോൾ ആണ്. അതേപോലെ ASP കമ്പോണൻസ് ക്യാൻ ബി മോഡിഫൈഡ് വിത്തൗട്ട് എഫക്റ്റിംഗ് ദ സെർവർ ഫംഗ്ഷൻ. ASP കമ്പോണൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. കാരണം അതെന്തിനും എഫക്റ്റ് ചെയ്യുന്നില്ല, സെർവർ ഫംഗ്ഷൻസിനൊന്നും എഫക്റ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് മോഡിൽ എഴുതാൻ വേണ്ടി പറ്റും. നമുക്ക് സെർവർ സൈഡ് ഇൻസ്റ്റാളേഷൻ നമുക്ക് ആവശ്യം വരുന്നില്ല. വെരി സ്മോൾ ആപ്ലിക്കേഷൻസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് കമ്പോണൻസ് ഒക്കെ മോഡിഫൈ ചെയ്യുമ്പോൾ സെർവർ ഫംഗ്ഷൻസിനെ എഫക്റ്റ് ചെയ്യാതെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ദ നെക്സ്റ്റ് JSP, ജാവ സെർവർ പേജസ് ആണ്. JSP ഇസ് എ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഡെവലപ്ഡ് ബൈ സൺ മൈക്രോസിസ്റ്റം ആണ് എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, JSP നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. JSP പേജസ് ആർ കമ്പൈൽഡ് ഇൻ ടു എന്താണ്, സെർവലെറ്റ്സ് ബിഫോർ ദ യൂസ്ഡ്. സെർവലെറ്റ്സ് ആണ് എന്ത് കമ്പൈൽ ചെയ്യുന്നത്, JSP കമ്പൈൽ ചെയ്യുന്നത്. ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, .JSP ആണ്. കാരണം ടു റൺ JSP അപ്പാച്ചി ടോംകാറ്റ് വെബ് സെർവർ ഒക്കെ നമുക്ക് എന്തുണ്ട് ആവശ്യമാണ്. കാരണം JSP നമ്മൾ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പാച്ചി ടോംകാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വെബ് സെർവർ നമുക്ക് ആവശ്യം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് JSP, ഒരു സെർവർ സൈഡ് ആണ്. സെർവർ സൈഡ് എന്ന സമയത്ത് എന്താ നമുക്കറിയാം, ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് കാരണം സെർവർ സൈഡ് മൊത്തമായിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, സെർവർ സൈഡ് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ദെൻ നെക്സ്റ്റ് അജാക്സ് ആണ്. അജാക്സ് എന്ന് പറയുന്നത് ശരിക്കും ജാവ സ്ക്രിപ്റ്റിൻ്റെയും XML-ൻ്റെയും കോംബോ ആണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്, അജാക്സ് എന്ന് പറയുന്നത്. അസിൻക്രണസ് ജാവ സ്ക്രിപ്റ്റ് ആൻഡ് XML ആണ്. XML എന്ന് വെച്ചാൽ എന്താണ്, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ് എന്ത്, XML എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബട്ട് വേ ടു യൂസ് എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് സച്ച് ആസ് ജാവ സ്ക്രിപ്റ്റ് ആൻഡ് XML. കാരണം ശരിക്കും ഇത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. കാരണം നമ്മൾ വേ ടു യൂസ് എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് സച്ച് ആസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വേർഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ അജാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെക്നോളജി യൂസ് ടു അപ്ഡേറ്റ് ദ പാർട്സ് ഓഫ് ദ വെബ് പേജസ് വിത്തൗട്ട് റീലോഡിങ് ദ ഹോൾ പേജസ്. കാരണം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ള എല്ലാ പേജിനെയും നമ്മൾ എഫക്റ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാണ്, വേണ്ട വെബ് പേജുകൾ മാത്രം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത്, അജാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് ഡൈനാമിക് ആൻഡ് ഇൻട്രാക്റ്റീവ് വെബ് പേജ് ആപ്ലിക്കേഷൻ. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡൈനാമിക് ആയിട്ടുള്ള വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ ഇൻട്രാക്റ്റീവ് വെബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അജാക്സ് യൂസ് ചെയ്യാം. അപ്പം പേര് മറക്കരുത്. അജാക്സ് എന്ന് പറഞ്ഞാൽ അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് XML ആണ്. ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, എക്സിസ്റ്റ് ചെയ്യുന്ന വെബ് പേജുകളെ നമുക്ക് മോഡിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത്, അജാക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ?